ഒരു വർഷം കൊണ്ട് തീർക്കേണ്ട പാലം പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. 2 പഞ്ചായത്തുകളിലെ ജനങ്ങൾ ദുരിതം പേറുന്ന സാഹചര്യത്തിൽ പുഴയിൽ തോണി ഇറക്കി വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ രംഗത്തെത്തി. സമരം CP ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കൊടിയത്തൂർ, കാരശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കോടികൾ മുടക്കി നിർമ്മിക്കുന്ന കോട്ടമൊഴി പാലം നിർമ്മാണം ആരംഭിച്ച് ഒരു വർഷത്തോളമായിട്ടും പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെയാണ് യൂത്ത് ലീഗ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ ആശ്രയിച്ചിരുന്ന കടത്ത് തോണി വീണ്ടും പുഴയിലിറക്കി അതിലൂടെ യാത്ര ചെയ്തായിരുന്നു പ്രതിഷേധ സമരം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ് തോണിയുടെ പങ്കായം കൈമാറി ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ നിർമ്മാണം മൂലം പുഴയിലേക്ക് പതിച്ച പാലത്തിന്റെ സംരക്ഷണ ഭിത്തി പോലും പുനർനിർമ്മിക്കാൻ ഇതുവരെ നടപടിയായിട്ടില്ലെന്നും ഉദ്യോഗസ്ഥരും MLAയും സ്ഥലം സന്ദർശിച്ചു പോയതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും പ്രവൃത്തി വേഗത്തിലാക്കാനുള്ള ഒരു നടപടിയും MLAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെന്നും CP ചെറിയ മുഹമ്മദ് പറഞ്ഞു. അക്കരെ കടക്കാൻ മറ്റൊരു മാർഗവും അത്ര പ്രധാനപ്പെട്ടതാണ്. ULCC ഇത് എടുക്കുമ്പോൾ അവർക്ക് വളരെ ചെറിയ നിസ്സാരമായ ഒരു കാര്യമായിരിക്കും. പക്ഷെ കൊടിയത്തൂരുകാരെ സംബന്ധിച്ചിടത്തോളം, അപ്പുറത്ത് കാരശ്ശേരി പഞ്ചായത്തു നിന്നും മറ്റു പ്രദേശത്ത് നിന്ന് വരേണ്ടവരെ സംബന്ധിച്ചിടത്തോളം ഈ പാലമില്ലാതെ അക്കരയ്ക്ക് കടക്കാൻ കഴിയില്ല. ഒരു കോൺട്രാക്ട് നമ്മൾക്കറിയാം, ഇതിന്റെ ഒരു പണി ഇത്ര സാവധാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വർക്ക് ഉണ്ടാവില്ല. ഒരു തോടിന്റെ പണിയാണെങ്കിൽ പോലും എന്ത് വേഗത ഉണ്ടാവും. ഇത് റോഡ്, വളരെ പ്രധാനപ്പെട്ട റോഡ്, ദിനേന നൂറുകണക്കിന് പേർക്ക്, വാഹനങ്ങൾ തന്നെ നൂറുകണക്കിന് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന പ്രദേശം. ഇതിന്റെ പാർശ്വഭിത്തി തകർന്നു വീണിട്ട് 3 മാസം കഴിഞ്ഞു. ആ പാർശ്വഭിത്തിയുടെ നിർമ്മാണം ശ്രദ്ധിച്ചാൽ അറിയാം, പൈലിംഗ് നടന്നിട്ടേ ഇല്ല. വാഹനങ്ങൾ പോകാത്തതുകൊണ്ട് ഇരു പഞ്ചായത്തുകളിലെയും സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ അനുഭവിക്കുന്ന ദുരിതം കാരണം അധികൃതരുടെ കണ്ണു തുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമരം സംഘടിപ്പിച്ചതെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ പറഞ്ഞു. കൊടിയത്തൂർ കോട്ടമൊഴി പാലം ഒരു വർഷമായി പ്രവർത്തനം ആരംഭിച്ചിട്ട്, ഒരു വർഷമായിട്ടും ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ പാർശ്വഭിത്തി പൊളിഞ്ഞു പോയിട്ടു അതിന്റെ മണ്ണ് പരിശോധന പോലും ഇതുവരെ പൂർത്തീകരിക്കാതെ, എല്ലാം കൊണ്ടും ഇത് അശാസ്ത്രീയമായിട്ട് ഇതിലൊരു ശ്രദ്ധ കുറവ് പൂർണ്ണമായും MLAന്റെ ഭാഗത്തു നിന്നും അതേപോലെ അധികാരികൾ PWD സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത് നാട്ടുകാർക്ക് വലിയ പ്രതിഷേധമുണ്ട്. കാരണം ഇവിടെ കക്കാടുമ്പിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്ന കൊടിയത്തൂർ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ, അതേപോലെ PTMI സ്കൂളിൽ വരുന്ന കുട്ടികൾ, കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് വരുന്ന കാരശ്ശേരിയിലേക്ക് കൊടിയത്തൂരിലെയൊക്കെ ആളുകൾക്ക് വലിയ പ്രയാസമുണ്ട്. കൊടിയത്തൂർ പഞ്ചായത്തിലെ ചീനിമരച്ചോട്ടിൽ നിന്ന് കാരശ്ശേരി പഞ്ചായത്തിലെ മാളിയേക്കൽ കടവിലേക്കായിരുന്നു തോണിയാത്ര. സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ചടങ്ങിൽ KP അബ്ദുറഹ്മാൻ, NK അഷ്റഫ്, EA ജബ്ബാർ, TT അബ്ദുറഹ്മാൻ, EA മായിൻ മാസ്റ്റർ, നൌഫൽ പുതുക്കുടി, PP ഫൈസൽ, അനസ് ഉച്ചക്കാവിൽ, C ഷമീർ, നൌഷീർ കണിയാത്ത്, PP നാജിം, സിദാൻ അസ്ലം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.